ആലപ്പുഴയിൽ ക്ഷേത്രത്തിൽ അന്നദാനത്തിനിടെ അച്ചാറ് നൽകാത്തതിന് ക്ഷേത്ര ഭാരവാഹിക്ക് മർദ്ദനമെന്ന് പരാതി. തടയാനെത്തിയ ഭാര്യയ്ക്ക് മർദ്ദനമേറ്റു. ആലപ്പുഴ സ്വദേശി അരുണിനെതിരെ പോലീസ് കേസെടുത്തു. ഇത് ബഹളം ഉണ്ടാക്കിയതോടെ അച്ചാറ് കിട്ടിയില്ലെന്ന് പറഞ്ഞ സംഭവമാണ്. അതായത് അരുൺ എന്ന് പറഞ്ഞ വ്യക്തി ഒരു 2 പ്രാവശ്യം അവിടുന്ന് അതിനു മുമ്പേ ആഹാരം കഴിച്ചു. 3ാമത്തെ പ്രാവശ്യം അച്ചാറ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് നമ്മളുമായിട്ടല്ല, അവിടെ അമ്പലത്തിൽ വിളമ്പാൻ നിന്ന ബാബു എന്ന് പറഞ്ഞ ഒരാളോട്ട് പ്രശ്നം ഉണ്ടാക്കിയത് ആദ്യം. അത് ഈ തലേ ദിവസം മുതൽ, അതായത് 31-ാം തീയതി മുതൽ ഈ അരുൺ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ പല കാരണത്താൽ പലരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളത് കാണുന്നുണ്ട്. നമ്മൾ ഈ അന്നദാനം നടത്തുന്നവർ നമ്മൾ ഈ വ്യക്തിയായിട്ട് ഒരു കാരണവശാലും നമുക്കൊരു മുൻവൈരാഗ്യമോ അല്ലെങ്കിൽ വ്യക്തി നമുക്ക് അറിയത്ത് പോലുമില്ല. പക്ഷെ നമ്മളോട് ഇതെന്ത് ചെയ്ത് നമുക്കറിയത്തില്ല. ഇവനൊരു 3 പ്രാവശ്യം ചോറ് കഴിച്ചു. എന്നിട്ട് ഈ കൊച്ചു പിള്ളേർ വീട്ടിലെ പിള്ളേർ 3 വട്ടം ചോറ് ഇപ്പം 3 വട്ടം ചോറുണ്ട്. ഈ കൊച്ചു പിള്ളേരല്ലേ ഇവിടെ ഇരുന്നത്. ആ പിള്ളേർ നമ്മൾ ഫോട്ടോ എടുത്ത് കാണിച്ചപ്പോൾ ഈ ചേട്ടൻ ഞങ്ങൾ കഴിച്ചപ്പോൾ ഈ ചേട്ടൻ ചോറ് വാങ്ങിച്ചു കഴിച്ചെന്ന്. ഇവൻ മനഃപൂർവ്വം അവിടെ വഴക്കുണ്ടാക്കാൻ വന്നതാണ്. മനീഷ് മഹിബാൽ വിവരങ്ങൾ വെച്ചിരുന്നു. മനീഷ്, അച്ചാർ പ്രേമിയാണ് ഞാനും. നമ്മളും കൂടെ അച്ചാർ ചുമ്മാ ചോദിക്കും. അപ്പോൾ അത് പക്ഷേ അത് കിട്ടിയില്ലെങ്കിൽ മർദ്ദിക്കാന്നൊക്കെ പറഞ്ഞ് കടന്നു കഴിയല്ലേ? എന്താ സംഭവം? യഥാർത്ഥത്തിൽ എന്താ സംഭവം? ഹാഷ്മി, ഇവിടെ ഈ അരുൺ കിച്ചു എന്ന് പറയുന്ന ആള് 1, 2, 3 വട്ടം ഈ അന്നദാനത്തിന് അവിടെ വന്ന് ആഹാരം കഴിച്ചു. ഉച്ചയ്ക്ക് സദ്യയായിരുന്നു, അത് കഴിച്ചു എന്നാണ് ഈ ഭാരവാഹികളും ഈ മർദ്ദനമേറ്റ പരാതിക്കാരിയായിട്ടുള്ള അർച്ചന കൂടി പറയുന്നത്. അവിടെയുള്ള കുട്ടികൾ കൂടി പറയുന്നുണ്ട് 2 തവണ ഇവരുടെ കൂടെ ഒപ്പം ഇരുന്ന് കഴിച്ചതാണ്. അപ്പോൾ ഇയാളുടെ പ്രശ്നം 2 തവണ ആഹാരം കഴിച്ചപ്പോൾ ഇയാൾക്ക് മതിയാവണ്ണം അച്ചാർ ലഭിച്ചില്ല എന്നാണ്. അങ്ങനെ 3ാമതും ആഹാരം കഴിക്കാൻ വന്നപ്പോൾ ഈ അച്ചാർ തീർന്നുപോയി. അങ്ങനെ ഒരു ക്ഷേത്രത്തിലെ അവിടുത്തെ ഒരു ഭാരവാഹിയായ ബാബുവുമായി അവിടെ വെച്ച് തർക്കമുണ്ടായി. ഇതിനിടയിലേക്കാണ് ഓട്ടോ ഡ്രൈവർ കൂടിയായിട്ടുള്ള മുൻ ഭാരവാഹി രാജേഷ് അവിടേക്ക് എത്തുന്നത്. രാജേഷിന്റെ 2 കാലം നേരത്തെ ഒരു അപകടം പറ്റി കമ്പി ഇട്ടിരിക്കുകയാണ്. രാജേഷിനെ അവിടെ വെച്ച് ഇയാൾ അച്ചാർ ലഭിച്ചില്ല എന്നതിന്റെ പേരിൽ നടന്ന തർക്കത്തിൽ രാജേഷിനെ ഇയാൾ അവിടെ വെച്ച് മർദ്ദിച്ചു. ഇതിന് തടസ്സം പിടിക്കാൻ വന്ന അർച്ചനയെയും ഇയാൾ മർദ്ദിച്ചു. അങ്ങനെ അച്ചാറിന്റെ പേരിൽ ഒരു അന്നദാനം നടന്ന ആലപ്പുഴ വെള്ളക്കണ്ടനുള്ള ഇലഞ്ഞിപ്പറമ്പ് ക്ഷേത്രത്തിൽ മൊത്തം ഒരു അക്രമ അന്തരീക്ഷം തന്നെ ഇയാൾ സൃഷ്ടിച്ചു. പിന്നീട് ഇവർ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. പിന്നീടാണ് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. പരാതി വിശദമായി അന്വേഷിച്ചു. ഇതിന്റെ ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ച ശേഷമാണ് ഇയാൾ ഈ അച്ചാറിന്റെ പേരിൽ ഒരു ലഹള തന്നെ ഉണ്ടാക്കി ഇവരെ മർദ്ദിച്ചു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ എന്താണെങ്കിലും ക്രിമിനൽ നിയമപ്രകാരം ഈ അരുൺ കിച്ചുവിനെതിരെ പോലീസ് ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ സംഭവം നടന്ന ആലപ്പുഴ വെള്ളക്കിണറുള്ള ഇലഞ്ഞിപ്പറമ്പ് ക്ഷേത്രത്തിലാണ്. അവിടെ അന്നദാനത്തിനാണ് അച്ചാർ കിട്ടിയില്ല എന്നതിന്റെ പേരിൽ യുവാവ് അവിടെ ക്ഷേത്രം ഭാരവാഹിയെയും ഭാര്യയെയും മർദ്ദിച്ചത്. ഹാഷ്മി, എന്ന് പറഞ്ഞാൽ ആ അച്ചാറിന്റെ ബക്കറ്റിൽ കുറച്ച് അച്ചാർ കൂടി അധികം ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലേ മനീഷ്? അതെ ഹാഷ്മി, ഇയാൾ ഈ 2 വട്ടം കഴിച്ചത് എനിക്ക് തോന്നുന്നു 2 വട്ടം ഈ അച്ചാർ ഈ സാധാരണ ഈ അന്നദാനത്തിനൊക്കെ കിട്ടുന്ന ക്ഷേത്രത്തിലെ സദ്യക്ക് ഒരു പ്രത്യേക ഒരു രുചിയാണ്. അങ്ങനെ ആഹാരം കഴിക്കാൻ എത്തുന്ന ഒത്തിരി ആളുകളുണ്ട്. 500-ലധികം ആളുകളാണ് അവിടെ ഈ സദ്യ കഴിച്ചത്. അങ്ങനെ എത്തിയപ്പോൾ ഈ അച്ചാർ 2 തവണ കഴിച്ചതും മതിയായി വന്നില്ല. 3ാം തവണ ഇയാൾ അച്ചാർ തേടി വന്നു. ഇയാൾ കുറച്ച് കൂടി വേണമെന്ന് ആവശ്യം. പക്ഷേ ആ സമയത്ത് 3ാമത്തെ പന്തിയിലും ഇയാൾ ഉണ്ണാൻ വന്നപ്പോൾ ഈ അച്ചാർ തീർന്നു പോയി എന്ന കാര്യം അറിയിച്ചതോടുകൂടിയാണ് ഇയാൾ പ്രകോപിതനായത്. ഒപ്പം തന്നെ ഇയാൾ മദ്യപിച്ചിട്ടില്ല, മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ആളുകൾ നാക്കുകുഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാഷ്മി അതിനുള്ള സാധ്യത കൂടിയുണ്ട്. എന്താണെങ്കിൽ ഇയാൾ കാണിച്ചത് ഒരു ക്ഷേത്ര മൈതാനത്ത് ഒരിക്കലും കാണിക്കാൻ പറ്റാത്ത ഒരു പ്രവണതയാണ്. ശരി, എന്തായാലും നേരത്തെ പപ്പടം കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു പപ്പട കലാപം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ കൂട്ടത്തെ ആ കലാപങ്ങളുടെ ചരിത്ര പുസ്തകത്തിലേക്ക് എടുത്തു വെക്കാൻ പറ്റിയ മറ്റൊരു സംഭവമാണ് ഇവിടെ ഉണ്ടാവുന്നത്. അച്ചാർ കിട്ടിയില്ല എന്നാണ് പ്രശ്നം. സദ്യക്ക് ഇയാൾ ഒരു സദ്യപ്രേമിയാണോ അത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് അറിയില്ല. 2 തവണ 2 പന്തിയിലിരുന്ന് ഭക്ഷണം കഴിച്ചു. 3ാമത്തെ പന്തിയിലിരുന്നു. അപ്പോഴും ചോറൊക്കെ ഇഷ്ടം പോലെ കിട്ടി. പക്ഷേ അച്ചാർ അപ്പോഴത്തേക്ക് തീർന്നുപോയി. അച്ചാർ കിട്ടാത്തതിൻ്റെ പേരിൽ കലിപ്പുണ്ടായി, കലാപമായി, ആകെ മൊത്തം ഇളക്കി മറിച്ച് പ്രശ്നമാക്കി എന്നുള്ളതാണ് മനീഷ് മഹിബാൽ റിപ്പോർട്ട് ചെയ്തത്. എന്തു പറയാനാ?